നമസ്കാരം. അപ്പോൾ 5 മണിയുടെ പ്രോഗ്രാമിന് എത്തണവർ 4:30ക്ക് എത്തുക. 4 മണിക്കെങ്കിലും എത്തുക. മറ്റു കാരണം തലേദിവസം രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാർ 4 മണിക്ക് എത്തുക. അല്ലാത്തവർ 4:30 ആകുമ്പോഴേക്ക് എത്തുക. 4:40 ഉള്ളിലേക്ക് കയറ്റും. നിങ്ങൾക്ക് ഒരു ടോക്കണും കൂടി ഉണ്ടാവും, ഫുഡ് കൂപ്പണും കൂടി കിട്ടും. അപ്പോൾ 3 ടോക്കൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും. ഒന്ന് പുസ്തകം കൊടുത്തതിന് അങ്ങനെ കൊടുത്തിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ, അല്ലാത്തവരുടെ എൻട്രി പാസ്, ഹോളിലേക്കുള്ള എൻട്രി പാസ്, പിന്നെ ഒന്ന് ഫുഡ് കൂപ്പൺ. ഈ ഫുഡ് കൂപ്പൺ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ 5 മണിക്ക് പരിപാടി ആരംഭിച്ചു കഴിഞ്ഞാൽ 7-7:30 കൂടിയിട്ട് നമ്മൾ അവസാനിപ്പിക്കും. ഈ 7:30ക്ക് നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു 3 മണിയുടെ ബാച്ചിന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ചായ മാത്രമേ ഉള്ളൂ. അവർ വരുന്ന സമയത്ത് 2 മണിക്ക് ലഭിക്കും. പക്ഷെ നിങ്ങൾക്ക് വരുമ്പോൾ 5 മണിയുടെ പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞാൽ 7:30 അവസാനിക്കും. 7:30ക്ക് നിങ്ങൾ വെളിയിൽ പോയി കഴിഞ്ഞാൽ ഫുഡ് കൂപ്പൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡിയാണ്. 5 മണി തൊട്ട് 7:30 വരെ ഉള്ള ബാച്ചിനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളത്. ഇനി നമ്മുടെ 5 മണി തൊട്ട് 7:30 ഉള്ള പ്രോഗ്രാമിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികൾക്കുള്ള എഴുത്തിരുത്തൽ ചടങ്ങാണ്. അത് അവിടെ എത്തുമ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. അതേമാതിരി പിന്നെ നമ്മൾ മുരുകപൂജ, പുസ്തകം വെച്ചിട്ടുള്ള മുരുകപൂജ ഉണ്ടാവും. നിങ്ങൾക്ക് 7:30 കഴിഞ്ഞ് പുസ്തകം താഴത്ത് പോയിട്ട് താഴത്തു നിന്നാണ് പുസ്തകം കിട്ടുക. അതൊക്കെ നമുക്ക് അവിടെ ഡയറക്ഷൻ കിട്ടും ആ സമയത്ത്. പിന്നെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണക്റ്റിംഗ് ടു സ്കന്ദലോകം ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. അത് കഴിയുമ്പോൾ അടുത്ത ബാച്ച് ആരംഭിക്കുകയാണ്. അത് നമുക്ക് 8:20 നമ്മൾ 8:15 നമ്മൾ ആരംഭിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും 7:30ക്ക് അടുത്ത ബാച്ച്, മൂന്നാമത്തെ ബാച്ച് നമ്മൾ 9 മണി എന്ന് പറഞ്ഞാൽ അവർക്ക് ആരംഭിക്കുന്ന സമയമാണ് നമ്മളിപ്പോൾ പറയുന്നത് 8:15. അപ്പോൾ നിങ്ങൾ ഒരു 7:30 ആകുമ്പോഴേക്കും അവിടെ എത്തണം. രജിസ്റ്റർ ചെയ്യാത്ത തലേദിവസം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ 7:30ക്ക് എത്തിയാൽ മതി. നിങ്ങൾക്ക് നേരിട്ട് ഹോളിലേക്ക് എൻ്റർ ആവും. അല്ല, തലേദിവസം രജിസ്റ്റർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒരു 7 മണി 6:30 തൊട്ട് വന്നോളും. തിരക്കുണ്ടാവും. നിങ്ങൾക്ക് വന്ന് നിങ്ങളുടെ രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് മേടിച്ച് രജിസ്ട്രേഷൻ്റെ പാസ് മേടിച്ച് നിങ്ങൾക്ക് എൻ്റർ ആവണം. കാരണം 8:15 ഷാർപ്പ് നമ്മൾ പ്രോഗ്രാം ആരംഭിക്കും. അപ്പോൾ തലേദിവസം രജിസ്റ്റർ ചെയ്ത ആൾക്കാർ 7:30 കൂടി എത്തി റെഡിയായി നിന്നാൽ മതി. നിങ്ങൾക്ക് നേരിട്ട് എൻ്റർ ആവാം. അല്ലാത്തവർ ഒരു 6:30 കൂടി എത്തിക്കോളൂ. എന്നിട്ട് രജിസ്ട്രേഷൻ കൗണ്ടറിൽ നിന്ന് രജിസ്ട്രേഷൻ എൻട്രി പാസ് മേടിച്ച് റെഡി ആയിക്കോളൂ. നിങ്ങൾക്കും 2 കൂപ്പൺ ഉണ്ടാവും. ഒന്ന് ഹോളിലേക്ക് എൻട്രി പാസ്, പിന്നെ ഒന്ന് ഫുഡ് കൂപ്പൺ. നിങ്ങളുടെ ഈ പ്രോഗ്രാം 8:15 ആരംഭിച്ച് നമ്മൾ ഒരുപാട് ഗസ്റ്റുകളുണ്ട്. അവരുടെ ഒരു സാംസ്കാരിക സദസ്സുണ്ട്. ആ സദസ്സിൽ നമ്മൾ ലഹരിക്കെതിരെയുള്ള ഒരു സന്ദേശമുണ്ട്. അതിലൊരു എനർജി പാസിംഗ് ഉണ്ട്. അതേപോലെ നമ്മുടെ പട്ടാളക്കാരെ, നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവിച്ച ഫോഴ്സിലുള്ള ആൾക്കാരെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ആ ചടങ്ങുണ്ടാവും. പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട അതിഥികളുടെ എല്ലാം നിങ്ങളായിട്ട് അവരുടെ സംസാരം, അവരുടെ പ്രസംഗങ്ങൾ ഉണ്ടാവും. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് നമ്മൾ മുരുകപൂജ ചെയ്യും, ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ചെയ്യും. അത് കഴിഞ്ഞാൽ കണക്റ്റിംഗ് ടു സ്കന്ദലോക ഉണ്ടാവും. ഈ 3 പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ 4 പ്രോഗ്രാം. ഒന്ന് അതിഥികളുടെ സാംസ്കാരിക സദസ്സ്, ആ സദസ്സിൽ ലഹരിക്കെതിരെയുള്ള സന്ദേശം, പട്ടാളക്കാരെ ആദരിക്കൽ, പിന്നെ അത് കഴിഞ്ഞ് അവരുടെ എല്ലാ പ്രസംഗം, അത് കഴിഞ്ഞാൽ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ, മുരുകപൂജ, കണക്റ്റഡ് ടു സ്കന്ദലോക. ഇതെല്ലാം കഴിയുമ്പോൾ എന്തായാലും 12-12:45 ആവും ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾ 4 മണിക്കൂറോളം ഇതിലിരിക്കണം. പക്ഷെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ഞങ്ങൾ തരും. കാരണം 4 മണിക്കൂർ നിങ്ങൾ സദസ്സിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു കിറ്റ് 7 മണിക്ക് നിങ്ങൾ 7:30 ഞാൻ പറഞ്ഞല്ലോ, 7:30 എൻട്രി ആക്കും ഉള്ളിലേക്ക്. അപ്പോൾ 7:30 എല്ലാം എത്തണം. രജിസ്റ്റർ ചെയ്യാത്തവർ, തലേദിവസം രജിസ്റ്റർ ചെയ്യാത്തവർ 6:30 എത്തിക്കോളും. അത് കഴിഞ്ഞ് നിങ്ങൾ ഹോളിലേക്ക് എൻ്റർ ആകുമ്പോൾ ഞാൻ 2 പാസ് ഉണ്ട് നിങ്ങൾ പറഞ്ഞു. ഒന്ന് എൻട്രി പാസ് ഉണ്ടാവും, പിന്നെ ഫുഡ് കൂപ്പൺ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കിറ്റും കൂടി തരും. ആ കിറ്റ് അതിൽ വെള്ളം ഉണ്ടാവും, ഒരു ജ്യൂസ് ഉണ്ടാവും, ഒരു ബിസ്ക്കറ്റ് ഉണ്ടാവും. ഒരു കുപ്പി വെള്ളം, ഒരു കുപ്പി ജ്യൂസ്, ഒരു കുപ്പി ബിസ്ക്കറ്റ്. കാരണം നിങ്ങളൊരു 3-4 മണിക്കൂർ പ്രോഗ്രാമാണ്. അതിഥികളുടെ സംസാരം ഉണ്ടാവും, നമ്മുടെ ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ഉണ്ടാവും, കണക്റ്റഡ് ടു സ്കന്ദലോക ഉണ്ടാവും, മുരുകപൂജ ഉണ്ടാവും. അപ്പോൾ അത് 4 മണിക്കൂർ നിങ്ങൾ ഇരിക്കണം. കാരണം ഈ ബാച്ചിന് മാത്രം ഒരു കിറ്റും കൂടി കൊടുത്തിട്ടാണ് നമ്മൾ ഹോളിലേക്ക് എൻ്റർ ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ഷീണം ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം. AC ഹോളാണ്, എന്നാലും ഞങ്ങൾ അതും കൂടി പ്രൊവൈഡ് ചെയ്യാണ്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് എവിടെയും വരരുത്. നമ്മൾ എല്ലാമാർക്കും പരിപാടിക്ക് വരുന്ന ആൾക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ട് വരരുത് എന്നാണ്, ഒരു ബുദ്ധിമുട്ട് വരരുത് എന്നാണ് നമ്മുടെ നയം തന്നെ. ബാബാ സഹായിച്ച്
അപ്പോൾ നിങ്ങൾക്ക് അതും കൂടി പ്രൊവൈഡ് ചെയ്യാണ്. അത് കഴിഞ്ഞ് 12:45 നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ ഫുഡ് കൂപ്പൺ കൊടുത്ത് നിങ്ങൾക്ക് ലഞ്ച് നിങ്ങൾക്ക് വേണ്ടി റെഡി ആയിട്ടുണ്ടാവും. ആ ലഞ്ച് വെജിറ്റബിൾ ബിരിയാണി സലാഡ് ആണ് ഉണ്ടാവുക. അത് കഴിക്കാം. കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളവർക്ക് ഒരു ടീമിന് മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് ഉള്ളൂ. അത് 5 മണിയുടെ ഗ്രൂപ്പിന് മാത്രമാണ്. 4 മണിയുടെ 3 മണിയുടെ ഗ്രൂപ്പിന് ഒന്നുമേ ഇല്ല, ചായ മാത്രമേ ഉള്ളൂ. 4 മണിയുടെ 5 മണിയുടെ ഗ്രൂപ്പിന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അവർക്ക് ഇഡ്ഡലിയും വടയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ 8:15 ബാച്ചിന് ഇതാണ് നമ്മുടെ ലഞ്ച് ഉണ്ടാവും, വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ 12:45 നിങ്ങൾ ഇറങ്ങി. അടുത്ത ബാച്ച് നമ്മൾ 1:15 ആരംഭിക്കും. അപ്പോൾ നിങ്ങൾ നേരത്തെ 1:15 ആൾക്കാർ, നിങ്ങൾക്ക് 12 മണിന്നാണ് ടൈം പറഞ്ഞിട്ടുണ്ടായത്, 1 മണിക്കൂർ വൈകി. ഇവിടെ നമ്മൾ ആദ്യത്തെ 3 ബാച്ചിന് 1 മണിക്കൂർ നേരത്തെ ആക്കി. 4 എന്നുള്ളത് 3 ആക്കി, 6 എന്നുള്ളത് 5 ആക്കി, 9 എന്നുള്ളത് 8:15 ആക്കി. അങ്ങനെ 1 മണിക്കൂർ ലാഭിച്ച കാരണമാണ് നിങ്ങളുടെ 1 മണിക്കൂർ 2 മണിക്കൂർ വൈകേണ്ടതാണ്. ശരിക്കും ഈ ടൈം 3 മണി ആവേണ്ടതാണ്. 1 മണിക്കൂർ അവിടെ കയറ്റി വെച്ച കാരണം 1 മണിക്കൂർ മാറി 12 മണി എന്നുള്ളത് 1 മണിയായിട്ട് നിൽക്കണം. പിന്നെ നിങ്ങൾ എത്തേണ്ടത് ഒരു 11:00 കൂടി നിങ്ങൾ എത്തിക്കോളൂ. തലേദിവസം രജിസ്റ്റർ ചെയ്ത ആൾക്കാർ 12 മണിക്ക് എത്തിയാലും വൈകുന്നേരം 11:30 എത്തിക്കോളൂ. കാരണം നിങ്ങൾക്കുള്ള ലഞ്ച് അവിടെ റെഡിയാണ്. നിങ്ങൾ തലേദിവസം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഫുഡ് കൂപ്പൺ കിട്ടും, ഇതും കിട്ടും, നമ്മുടെ എൻട്രി പാസും കിട്ടും. തലേദിവസം രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർക്ക്. അല്ലാത്തവർക്ക് കാലത്ത് 11 മണിക്ക് 11:15 വന്നിട്ട് എൻട്രി പാസും ഫുഡ് കൂപ്പണും മേടിക്കാം. നിങ്ങൾക്ക് 11:30 തൊട്ട് 11:15 തൊട്ട് തന്നെ ലഞ്ച് അവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പോയിട്ട് ലഞ്ച് കഴിക്കാം. വെജിറ്റബിൾ ബിരിയാണി ആണ് ഉണ്ടാവുക. അപ്പോൾ സലാഡ് ഉണ്ടാവും. നിങ്ങൾക്ക് ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നേരെ 1 മണിയാവുമ്പോൾ 12:45 നേരെ ഉള്ളിലേക്ക് എൻ്റർ ആക്കാം. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് നിങ്ങൾ ഹോളിലേക്ക് എൻ്റർ ആവുക. അപ്പോൾ മറ്റവർ അതിന് മുമ്പത്തെ ആൾക്കാർ 8:15 ആൾക്കാർ അവരുടെ പ്രോഗ്രാം കഴിഞ്ഞ് ലഞ്ചിന് കയറണം മുമ്പ് തന്നെ നിങ്ങൾക്ക് ലഞ്ച് കഴിച്ച് ഹോളിലേക്ക് കയറാൻ പറ്റും. മറ്റേ 8:15 ഗ്രൂപ്പിലെ ആൾക്കാർ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നേരെ അവർക്ക് ലഞ്ചിൽ കിടക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത് നമ്മുടെ 1 മണി 1:15 ഉള്ളിൽ കയറിയ ആൾക്കാർ 3 മണിയോട് കൂടിയിട്ട് നിങ്ങൾക്കും പുറത്തിറങ്ങാം. അത് കഴിഞ്ഞ് നമ്മുടെ അവസാനത്തെ അവസാനത്തെ ബാച്ചാണ്. അത് 3 മണിക്കാണ് ആരംഭിക്കുക. അവർക്ക് മുമ്പ് കൊടുത്ത സമയം 2 മണിയാണ്. അത് ടൈം ചേഞ്ച് ചെയ്ത് 3 മണിയായി. ആ 3 മണിക്ക് വരുന്ന ആൾക്കാർ എന്തായാലും 1 മണിക്ക് എത്തുക. 1 മണിക്ക് എത്തിയിട്ട് തലേദിവസം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് ടോക്കൺ കൈ പിടിക്കുക. അല്ലെങ്കിൽ പിറ്റേ ദിവസം 1 മണിക്ക് എത്തിയിട്ട് ടോക്കൺ കൈ പിടിക്കുക. നിങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ ഒരു ഫുഡ് കൂപ്പണും കിട്ടും. 1 മണിക്ക് നിങ്ങളുടെ ലഞ്ചും അവിടെ റെഡിയാണ്. അപ്പോൾ 1 മണി കഴിഞ്ഞ് നിങ്ങൾ ലഞ്ച് കഴിച്ച് 1:30 കൂടി എത്തിയാൽ മതി. അപ്പോൾ 1:30 കൂടി എത്തി നിങ്ങൾ ടോക്കൺ മേടിച്ച് ലഞ്ചിന് കയറി ഭക്ഷണം കഴിഞ്ഞ് നിങ്ങൾക്ക് വെജിറ്റബിൾ ബിരിയാണി അവിടെ റെഡിയാണ്. ഭക്ഷണം കഴിച്ച് 3 മണിയോട് കൂടി ഉള്ളിലേക്ക് കിടക്കുക. ഒരു 1:30 കൂടി, കാരണം ഇതിന് മുമ്പത്തെ ബാച്ച് 12:45 കഴിഞ്ഞ ആൾക്കാർ ഊണ് കഴിച്ച് വെളിയിൽ വരുന്ന ഒരു ടൈം എന്തായാലും 1:45 ആവും. അപ്പോൾ നിങ്ങളൊരു 1:45 കൂടി എത്തിയാൽ മതി. എത്തിയിട്ട് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ ഒരു 2:45 ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഉള്ളിലേക്ക് കയറാം. കറക്റ്റ് 3 മണിക്ക് നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും. ആ പ്രോഗ്രാമിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുരുകപൂജ ഉണ്ടാവും, ലൈറ്റ് ബോഡി മെഡിറ്റേഷൻ ഉണ്ടാവും, കണക്റ്റിംഗ് ടു സ്കന്ദലൊക്കെ ഉണ്ടാവും. അത് അപ്പോൾ 5 മണിക്ക് പ്രോഗ്രാം കഴിയും. അപ്പോൾ എന്നിട്ട് നമുക്ക് സന്തോഷത്തോടു കൂടി പിരിയാം. ഭഗവാൻ സഹായിച്ച് ഗംഭീരമായിട്ട് പ്രോഗ്രാം നന്നായിട്ട് നടന്ന് പിരിക്കാം. അപ്പോൾ ടൈമിംഗ് ഒന്നുകൂടി ശ്രദ്ധിക്കണം. കാലത്ത് 3 മണി, പിന്നെ 5 മണി, 8, ഇതൊക്കെ തുടങ്ങുന്ന സമയമാണ് പറയണത്. നിങ്ങൾ അതിന് നേരത്തെ എത്തണം. നമ്മൾ പ്രോഗ്രാം ആരംഭിക്കുന്ന ടൈമാണ് ഞാൻ അവിടെ പറയണത്. 3 മണിക്ക് 5, ഇതൊക്കെ ഷാർപ്പ് ആരംഭിക്കണ്ട, അതാണ് എപ്പോഴും പറയണത്, ശ്രദ്ധിക്കണം. 3 മണിക്ക്, 5 മണിക്ക്, 8:15, 1:15, 3 മണി, അങ്ങനെ 5 പ്രോഗ്രാമായിട്ട് 6000-ഓളം ആൾക്കാർ പങ്കെടുക്കുന്ന അതിഗംഭീരമായ പ്രോഗ്രാമിലേക്ക് ഭഗവാൻ അനുഗ്രഹത്തോടുകൂടി ആദ്യമായി കിട്ടിയ ലൈറ്റ് ബോഡി കണക്റ്റഡ് ടു സ്കന്ദലോക നിങ്ങളുടെ കൈകളിലേക്ക് തരുന്ന പ്രോഗ്രാമിലേക്ക് ഏറ്റവും സ്നേഹത്തോടു കൂടി നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. ഞാൻ അവിടെ ഉണ്ടാവും. എല്ലമാർക്കെ മുരുകസേന അവിടെ ഉണ്ടാവും നിങ്ങളെ സ്വീകരിക്കാൻ. നമുക്ക് ഒരുമിച്ച് ഭഗവാൻ അനുഗ്രഹത്തോടു കൂടി ആ പ്രോഗ്രാം ഗംഭീരമാക്കാം. മറക്കരുത്, ഒക്ടോബർ 12 ശനിയാഴ്ച, ഷഷ്ടി ദിവസം, ഗുരുവായൂർ രാജവത്സം ഓഡിറ്റോറിയം. ഭഗവാന്റെ പൈനാണ്ടവൻ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഓം ശരവണ ഭവായ നമഃ. ജയ് പൈനാണ്ടവ, ജയ് ഭാരത്.